ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കു ഈന്തപ്പഴം പുഡിംഗ് ആണ്. ഈന്തപ്പഴവും സപ്പോട്ടയും ചേർത്തുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഈന്തപ്പഴം കുതിർത്തെടുക്കണം. ഞാൻ അതിനു വേണ്ടി 10 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ഈന്തപ്പഴം, അധികം ചെറുതുമല്ല വലുതുമല്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൽ ഈന്തപ്പഴം നന്നായിട്ട് കുതിർന്ന് വരണം. അതിനുശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഒരു സ്പൂണ് വെച്ച് ഈന്തപ്പഴം മുഴുവൻ പാലിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈന്തപ്പഴം നന്നായിട്ട് കുതിർന്ന് വന്നോളും. ആ സമയം നമുക്ക് ജലാറ്റിൻ കുതിർത്തെടുക്കണം. ഞാനിവിടെ 10 ഗ്രാം ജലാറ്റിനാണ് എടുക്കുന്നത്. 2 കപ്പ് പാൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 10 ഗ്രാം ജലാറ്റിൻ. പിന്നെ ജലാറ്റിൻ എടുക്കുന്ന സമയത്ത് മിക്ക ആൾക്കും സംശയം ഉണ്ടാവും ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഇതുപോലെ ഹലാൽ സർട്ടിഫൈഡ് ജലാറ്റിൻ വാങ്ങിച്ചാൽ മതി. അതിൻ്റെ മുകളിൽ ബോവൈൻ ജലാറ്റിൻ എഴുതിയിട്ടുണ്ടാവും. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കന്നുകാലികളിൽ നിന്നും എടുക്കുന്ന ജലാറ്റിനാണ്. ഈ ജലാറ്റിൻ ഞാനിവിടെ 10 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കുതിർത്ത് വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കോളും. നമുക്കിത് അടച്ചു വെക്കാം. ജലാറ്റിന് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ അഗർ പൗഡർ യൂസ് ചെയ്തിട്ടും ഈ പുഡിംഗ് ഉണ്ടാക്കാം. 10 ഗ്രാം തന്നെ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ 3 വലിയ ചിക്കുവാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം എടുക്കണം. ഇത് ഞാനിവിടെ നന്നായിട്ട് തൊലിയും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കു നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളമൊന്നും ചേർക്കാതെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അല്പം തരി തരി പോലെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് അരക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഈന്തപ്പഴവും പാലും ചേർന്നിട്ടുള്ള മിക്സും നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈന്തപ്പഴവും ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും ഈ ചിക്കു അരച്ച് വെച്ചതിലേക്ക് നമുക്ക് ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനൊരു പാത്രത്തിൽ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാം. അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിൽ നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ മധുരം നമ്മൾ വേറെ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈന്തപ്പഴത്തിൻ്റെ മധുരവും കൂടി ഇതിലേക്ക് വരും. പിന്നെ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് അല്പം കൂടി മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ജലാറ്റിൻ നന്നായി കുതിർന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഈ മെൽറ്റ് ചെയ്ത ജലാറ്റിൻ ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഈന്തപ്പഴവും ചിക്കുവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈന്തപ്പഴം കുതിർത്തെടുക്കാൻ ഉപയോഗിച്ച 1/2 കപ്പും പിന്നെ വേറൊരു 1/2 കപ്പ് പാലും, അങ്ങനെ 2 കപ്പ് പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പാല് ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല. ജലാറ്റിൻ ചേർക്കുന്നതായതുകൊണ്ട് ഈ പാല് തിളപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ചൈന ഗ്രാസ് ചേർത്തിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതെങ്കിൽ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നല്ല ചൂടോടുകൂടി മാത്രമേ ചൈന ഗ്രാസ് ചേർക്കാൻ പാടുള്ളൂ. ജലാറ്റിൻ ആകുമ്പോൾ ആ പ്രശ്നമില്ല. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പുഡിംഗ് മോൾഡിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുന്നതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഡയറക്റ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു 6-7 മണിക്കൂറെങ്കിലും എടുക്കും ഇത് നന്നായിട്ട് സെറ്റായി കിട്ടാൻ. ജലാറ്റിൻ ചേർത്തതായതുകൊണ്ട് കൂടുതൽ സമയം വേണ്ടി വരും. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 6-7 മണിക്കൂറിന് ശേഷം ഞാൻ ഈ പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം ബൂസ്റ്റ് പൊടി വിതറി കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഈ ബൂസ്റ്റ് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർത്തതുപോലെ ഉണ്ടാവും. നല്ല ഭംഗിയായിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതൊരു സ്പൂൺ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇത് ജലാറ്റിൻ ചേർത്തതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്.
ഈ പുഡിംഗ് മോൾഡ് നമുക്കിതിൻ്റെ മുകളിൽ നിന്നും മാറ്റി കൊടുക്കാം. അങ്ങനെ കാണാൻ വളരെ ഭംഗിയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം ചിക്കു പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇത്ര സോഫ്റ്റ് ആയിരിക്കില്ല. എങ്കിലും ജലാറ്റിൻ ഇഷ്ടമില്ലാത്തവർക്ക് ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൈന ഗ്രാസ് ഉപയോഗിച്ചുണ്ടാക്കിയ പുഡിംഗ് പോലെ കട്ട് ചെയ്യാനൊക്കെ അത്ര എളുപ്പമായിരിക്കില്ല ജലാറ്റിൻ ചേർത്തത്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഇവിടെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ഈന്തപ്പഴം പുഡിംഗ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്